അല്ല 4 1 കൊരിന്തോസ് 4 6 7 വായിക്കാം. സഹോദരരെ, ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും. പക്ഷം പിടിച്ച് അഹങ്കാരികളാവരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. അതിനെ പറയുകയാണ്, ഓരോരുത്തരുടെയും പക്ഷം പിടിച്ചിട്ട് മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കരുത്. വചനം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന്? അത് മനസ്സിലാക്കിയിരിക്കണം. ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? എല്ലാം ദാനമായിരിക്കെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പണം ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആരോഗ്യം ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ജോലി ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, മക്കൾ നന്നായിട്ട് ജീവിക്കുന്നെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, സൗന്ദര്യം ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുകളുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ, എല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആര് ചിന്തിക്കരുത് എനിക്കെന്തെങ്കിലും പ്രത്യേക മാഹാത്മ്യം ഉള്ളത് കൊണ്ട് കിട്ടിയതാണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ദാനം ദൈവം തന്ന ദാനമാണ്. ഇത് നമുക്കങ്ങനെ ദൈവം ഒരു ദാനമായിട്ട് തന്നു. ദാനമല്ല എന്ന മട്ടിൽ ആരും പെരുമാറാൻ പാടില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും, പണമുണ്ട്, നല്ല വീടുണ്ട്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ.